ഹലോ നമസ്കാരം. നിങ്ങൾ തമ്മിൽ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങൾ ഈ റീഡിംഗ് എപ്പോഴാണ് കാണുന്നത് അപ്പോൾ തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അതീവ സാധ്യതയുള്ള ഒരു മാറ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് 5 ഓഫ് വോൺസ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഒരുപാട് ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു മാറ്റമാണ്. ഒരുപാട് ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഒരുപാട് നിങ്ങൾ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു മാറ്റം നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, നിങ്ങളിങ്ങനെ ഒരുപാട് നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മാറ്റത്തിനായിട്ട് ഇത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടുന്നതിന് സംബന്ധമായിട്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ കാര്യമായ മാറ്റം പെട്ടെന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മാത്രമല്ല ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര ഒരു കോമ്പറ്റീഷനൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പേടിയും വിഷമമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇനി കിട്ടില്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടില്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടില്ലേ എന്നൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ആ ഒരു സിറ്റുവേഷനിലാണ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാത്തിരിപ്പിൻ്റെ അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ആ ഒരു സമയം അവസാനിച്ച് നിങ്ങൾക്ക് ഇതിലൊരു തുടക്കം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി കിട്ടി, നിങ്ങളൊരു പുതിയ സിറ്റുവേഷനിലേക്ക് കിടക്കുകയാണ്. നമുക്ക് എംപ്രസ് കാർഡാണ് കിട്ടിയിരിക്കണേ. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ ലൈഫ് വളരെയധികം സമൃദ്ധി നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതായിട്ട് മാറുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു റീബർത്ത് സിറ്റുവേഷനാണ്. അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ, സ്റ്റാഗ്നൻസി ഉണ്ടായിരുന്നതെല്ലാം മാറി നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അവസരങ്ങളാവും നിങ്ങൾ ആഗ്രഹിച്ച ആ ജോലിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നു, നിങ്ങൾ അതിൽ നിന്ന് സക്സസ്ഫുൾ ആകുന്നു, വിജയിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം കൂടുന്നു. പിന്നെ നിങ്ങളിൽ ആ ഒരു ഗ്ലോ അപ്പ് ഉണ്ടാവുകയാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതാണ് ഫൈനലി നിങ്ങൾ നേടിയെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ അപ്പോൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു ഡിറ്റർമിനേഷൻ, അതിന് കിട്ടുന്ന ഒരു അവാർഡാണ്. ഇതിനു വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കാണുന്നത് ഈ ഒരു മാറ്റം. അപ്പോൾ ഈ ജോലിയിലാണ് ഈ ഒരു മാറ്റം ഞാൻ കാണുന്നത്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപാട് സന്തോഷം തരുന്ന ഒരു മാറ്റമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് പേരും പ്രശസ്തിയും നൽകുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ ഈ ഒരു ജോലി, ഇത് നിങ്ങളുടെ ഒരു പുതിയ തുടക്കം തന്നെയാണ്. കണ്ടോ, നമുക്ക് ഏസ് ഓഫ് സോർട്സ് ആണ് കിട്ടിയത്. നിങ്ങളുടെ ഒരു വിക്ടറി ആണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു വലിയ വിജയമാണിത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പബ്ലിക് റെക്കഗ്നിഷൻ ഒക്കെ കിട്ടുന്നൊരവസ്ഥ ഞാൻ കാണുന്നുണ്ട്. ഒരു പേര്, പ്രശസ്തി, അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ഈ ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ അതിനൊരു പബ്ലിക് റെക്കഗ്നിഷൻ വരുന്നുണ്ട്. ആളുകൾ അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ അതിനായിട്ട് ഒരുപാട് കാത്തിരുന്നിട്ട്, ചിലപ്പോൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നതായിരിക്കാം. വളരെ കോമ്പറ്റേറ്റീവാണ്. ഒരുപാട് ചാലഞ്ചസ്, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നുള്ള പോലെ ചാലഞ്ചസ് വരിക നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഭയവും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു, ആകെ ആകുലതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആ ഒരു ലക്ഷ്യം വിട്ട് കളഞ്ഞില്ല. അത് നിങ്ങൾക്ക് വേണമായിരുന്നു, നിങ്ങൾ ആ ലക്ഷ്യം വിട്ട് കളഞ്ഞില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് മാറ്റം വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ, നിങ്ങൾ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്ന രീതിയിൽ. ഓക്കെ, അവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അതിലൂടെ ഒരുപാട് സമ്പത്ത്, സമൃദ്ധി, സന്തോഷമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളിൽ തന്നെ ഒരു 360 ഡിഗ്രി മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആവുക, കോൺഫിഡൻ്റ് ആവുക. ഓക്കെ, നിങ്ങൾ വളരെ കറേജിയസ് ആവുക. പിന്നെ നിങ്ങളെല്ലാവരും കാണുന്നത് ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു പേഴ്സണായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ നിങ്ങൾ നേടിയെടുത്തതാണ്. നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷനും ഉണ്ടാവും. നേടിയെടുത്ത വിജയമാണിത്. ഓക്കെ, അത് നിങ്ങളും മനസ്സിലാക്കും, നിങ്ങളുടെ ചുറ്റുമുള്ളവർ മനസ്സിലാക്കും നിങ്ങൾ നേടിയെടുത്ത വിജയമാണ് ഇത് എന്നുള്ളത്. നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒരുപാട് സന്തോഷം, നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു മാറ്റമാണിത്. ലിറ്ററലി ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ സിറ്റുവേഷനാണ് കാണുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും. ഈ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ സക്സസ് ആണ്. ഇതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പുരോഗതി ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് കാര്യവിജയം എന്നാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ, ഒരു 360 ഡിഗ്രി ചേഞ്ചാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ സക്സസ് എന്നുള്ള വാക്ക് ഇവിടെ മൾട്ടിപ്പിൾ പ്ലേസിലാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു സമയം നിങ്ങൾക്ക് ഇതൊരു പകൽക്കിനാവാണോ എന്ന് ചിന്തിച്ചു പോയ കാര്യമാണ് നിങ്ങൾ നേടിയെടുക്കുന്നത് നിങ്ങളുടെ ജോലിയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെ വിട്ടുകളയാതിരിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഹാർഡ് വർക്കിംഗ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, ആ ഫോക്കസ് വിട്ടുകളയരുത്, അതുപോലെ തന്നെ ആ വിശ്വാസവും വിട്ടുകളയാൻ പാടില്ല. ഓക്കെ, ആ നെഗറ്റീവ് തോട്ട്സിനൊന്നും അധികം പ്രൊമോട്ട് ചെയ്യാതെ ഇരിക്കുക. അങ്ങനെ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു ഞാൻ കേൾക്കുന്നത് അതിവിശിഷ്ടമായ മാറ്റം എന്നാണ്. അപ്പോൾ ഇത് വളരെ സ്പെഷ്യലാണ് നിങ്ങൾക്ക് ഈ ഒരു മാറ്റം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കണക്റ്റായി ഈ മെസ്സേജ് നിങ്ങൾക്ക് കണക്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ എന്നിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തമ്മിൽ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയം തൊട്ട് 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ആ ഒരു വലിയ മാറ്റം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു യാത്രയാകാട്ടോ, ഒരു യാത്ര റീലൊക്കേഷൻ തന്നെയാണ് ആദ്യം തന്നെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതൊരു ലിറ്ററലി ആയിരിക്കില്ല, ഫിഗറേറ്റീവ്ലി. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം വിഷമവും സങ്കടമൊക്കെ ഉള്ള ഒരു സമയത്തിൽ നിന്ന് ഒരുപാട് സന്തോഷവും ഒരുപാട് സപ്പോർട്ടും കെയറും ഒക്കെ കിട്ടുന്ന ഒരു സന്ദർഭത്തിലേക്കുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര, അങ്ങനെ ഒരു മാറ്റമാണ് കാണുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് സ്റ്റാഗ്നൻസ് ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന, അതിനൊക്കെ നിങ്ങളെ പ്രാപ്തരാക്കുന്ന, അതിന് നിങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ഇതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ, നെഗറ്റീവ് തോട്ട്സൊക്കെ പോയി. നിങ്ങൾക്ക് രാത്രി ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, കാരണം അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടൊരു സമയത്തൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, ആ സമയത്ത് നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾ മുന്നോട്ട് വന്ന് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോസ്പെറിറ്റി, ഫൈനാൻഷ്യലി ഒരുപാട് പുരോഗതി കാണുന്നുണ്ട്. മാത്രമല്ല ഇമോഷണലി നിങ്ങൾ വളരെയധികം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഓക്കെ, വളരെ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ഉള്ള മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ ഈ 1 മാസത്തിനുള്ളിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇതൊരു എന്താ പറയുക, നിങ്ങളോട് പറയുന്നത് അമിതമായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർത്ത് വേദനിക്കാതിരിക്കുക, അത് ഒരുപാട് ചിന്തിക്കാതിരിക്കുക. അത് ഓവർ തിങ്കിങ് ഒട്ടും പാടില്ല. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ഏത് കാര്യം കാട് കയറി ചിന്തിക്കുന്ന ഒരു പ്രവണത, അതുപോലെ കഴിഞ്ഞുപോയ വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളെ വീണ്ടും വീണ്ടും ഓർത്ത് വേദനിക്കുക, ഈ ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. ഓക്കെ, അത് നിങ്ങൾ എത്രത്തോളം ഒഴിവാക്കുന്നു അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം, ഈ പറഞ്ഞ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു യാത്ര ചിലപ്പോൾ നിങ്ങൾക്കൊരു അവസരം തന്നെ കിട്ടുന്നതാണ് വേറൊരു നാട്ടിലേക്ക് മാറി താമസിക്കാനായിട്ട്. ആ ഒരു അവസരത്തിലൂടെ, ആ ഒരു മാറി താമസിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളൊരു പുതിയ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ ഉണ്ടാവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പിന്നെ ഒരുപാട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. പിന്നെ മാത്രമല്ല നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികമായിട്ട് ആ ഒരു സമൃദ്ധി, സാമ്പത്തികമായിട്ടൊരു ഭദ്രത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മാത്രമല്ല ഒരു ബാലൻസ്, ലൈഫിലൊരു ബാലൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്. ഒരു സന്തോഷവും സമാധാനവും സ്വസ്ഥതയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്. നിങ്ങൾ ആ ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന, അർഹിക്കുന്ന, നിങ്ങൾ എങ്ങനെയാണോ അർഹിക്കുന്നത് നിങ്ങളുടെ ജീവിതം ജീവിക്കാനായിട്ട്, ആ രീതിയിൽ നിങ്ങൾ ജീവിക്കുകയാണ്. അതിനൊരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓക്കെ, അതിന് നിങ്ങളോട് പ്രധാനമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ, കാട് കയറി ചിന്തിക്കുന്ന പ്രവണത നിർത്തുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് നിർത്തുക, കൃത്യമായി ഉറങ്ങുക, കൃത്യമായി ഭക്ഷണം കഴിക്കുക. പിന്നെ അതുപോലെ കഴിഞ്ഞു പോയ വേദനിപ്പിക്കുന്ന, നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള സന്ദർഭങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ അതൊക്കെ നിർത്തണം. അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വന്നിരിക്കണം. ഓക്കെ, അതുപോലെ ഏതൊരു കാര്യത്തിനെ കുറിച്ച് എന്തൊരു അവസരം കിട്ടുമ്പോഴും ഓവർ തിങ്ക് ചെയ്തോ അയ്യോ അത് അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നിങ്ങനെ, അതായത് ഓവർ തിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് ഓവർ തിങ്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചിന്തിച്ച് എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവസാനം എത്തുക. ഓക്കെ, അങ്ങനത്തെ പ്രവണതകൾ ഉള്ളത് പാടെ നിങ്ങൾ മാറ്റിയിരിക്കണം. അതിനാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന മാറ്റം താനേ സംഭവിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു അവസരം എന്തായാലും വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മാറി താമസിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു പോസിറ്റീവ് ഷിഫ്റ്റ് കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. പക്ഷേ അത് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ അതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, കാട് കയറി ചിന്തിക്കാതെ, നെഗറ്റീവായി ചിന്തിക്കാതെ, ഭയക്കാതെ, അതിൽ ഈശ്വരനിൽ വിശ്വസിച്ച്, ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലും വിശ്വസിച്ച്, ആ ഒരു അവസരം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോഴാണ് ഈ പറയുന്ന മാറ്റം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ആ ഒരു വലിയ മാറ്റം. പ്രൊവൈഡഡ് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ ഗൈഡൻസ് നിങ്ങൾ ചെയ്യണം. അത് ചെയ്യാതെ നിങ്ങൾ ഈ മാറ്റം സംഭവിക്കുമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഓക്കെ, അത് നീണ്ടു പോവുകയുള്ളൂ.
അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള റീഡിംഗ് നിങ്ങൾ ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് ഹലോ ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ 3ാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയം തുടങ്ങി 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നിനക്ക് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് കോയിൻസ് ആണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതിയാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് കരിയറിലൂടെ ആവാം, ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ജോലി മാറ്റം. പക്ഷേ ആ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ സാലറിയും ഇതിനേക്കാൾ ഒരു ഹയർ പൊസിഷനും ഒരു ബെറ്റർ വർക്കിംഗ് സിറ്റുവേഷനിലേക്കുള്ള ഒരു മാറ്റം, ഒരു ലീഡർ പൊസിഷനിലേക്കുള്ള മാറ്റമായിരിക്കാം. അതിലൂടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണെന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നു. മാത്രമല്ല നിങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു റീലൊക്കേഷനൊക്കെ ആവശ്യമായിട്ട് വരാം, അങ്ങനെയും കാണുന്നുണ്ട്. നിങ്ങൾ അത്രയും ആഗ്രഹിച്ചൊരു വിജയമാണ്, നിങ്ങൾ ആഘോഷിക്കേണ്ട ഒരു വിജയമാണ് എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, ബാക്കിയുള്ള കാർഡുകളും കൂടെ വെച്ചിട്ട് ഓക്കെ. അപ്പോൾ ഞാൻ ഇത് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് സംഭവിക്കുന്നതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ഇത് ഈ മാറ്റം സംഭവിക്കുന്നതിൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു, ആ സമയമാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയാണ് ഈ കാര്യം നടക്കുന്നത്. ഡിവൈൻ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എനർജറ്റിക്കലി അലൈൻഡ് ആവുന്ന ആ ഒരു സമയമുണ്ട്, ആ സമയത്താണ് നടക്കുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു മാറ്റം വരുന്നതായും തന്നെ നിങ്ങൾ കഴിഞ്ഞു പോയ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാതെ നിങ്ങൾ ആ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഉന്നതി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അത് എത്ര നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്ന് നിങ്ങളിങ്ങനെ എപ്പോഴും ആലോചിക്കുമ്പോൾ എപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ട് ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുക. എങ്ങനെ ഇത് നഷ്ടപ്പെടാം എന്നുള്ള ചിന്തകൾ നിങ്ങൾ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു മാറ്റം ഞാൻ നിങ്ങളിൽ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾ ബെസ്റ്റ് കേസ് സിനാരിയോയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ കരിയറിൽ ഇപ്പോൾ നിങ്ങളൊരു പ്രൊമോഷനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കരിയറിൽ ഒരു ജോബ് സ്വിച്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ജോലി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാറുന്ന ജോലി അല്ലെങ്കിൽ ഇനി പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആകുന്നതായിരിക്കാം. ഓക്കെ, ആ പോകുന്ന സ്ഥലത്ത് ഏറ്റവും നല്ല സ്ഥലമായിരിക്കും. എനിക്ക് അവിടെ നിന്ന് എനിക്ക് കരിയറിൽ നല്ല ഉന്നതി ഉണ്ടാവും, സാലറി വൈസ് എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും, പ്രോഗ്രസ് ഉണ്ടാവും. അങ്ങനെ ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ടാണോ അതിൽ ഫോക്കസ് ചെയ്യുന്നത്, അതിനെ വിഷ്വലൈസ് ചെയ്യുന്നത്, അത്രയും പോസിറ്റീവ് ആയിട്ട് അത് ഷിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം നമ്മളവിടെ ആ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ എനർജി ഒരു ഹൈ വൈബ്രേഷനിലാക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ റിയാലിറ്റിയിൽ മാറ്റം വരികയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവാതെ, ഒരുപാട് എന്താ പറയുക, ഒരു ഇൻഡിസൈസീവ് സ്റ്റേറ്റിൽ നിൽക്കാതെ, ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് എന്താ പറയുക, കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉന്നതി എങ്ങനെ നേടും അല്ലെങ്കിൽ എപ്പോൾ വരും, അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഡിവൈൻ ടൈമിങ്ങിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് സംഭവിക്കേണ്ടതായ ഒരു സമയമുണ്ട്. അതിന് നിങ്ങൾ എനർജറ്റിക്കലി ഈ പറയുന്ന കാര്യത്തിനോട്, നിങ്ങളുടെ ആ സ്വപ്നത്തിനോട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മാറ്റത്തിനോട് നിങ്ങൾ അലൈൻഡ് ആകണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഒരുപാട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ, ഒരുപാട് കൺഫ്യൂസ്ഡ് ആവാതെ നിങ്ങൾ ആ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോയിൽ ഫോക്കസ് ചെയ്യുക. ഇത് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഏത് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണോ ചൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചോളൂ. അതുകൊണ്ട് അത് ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു മാറ്റം, ജോലിയിൽ ഉണ്ടാകുന്ന മാറ്റം, അത് നിങ്ങൾക്ക് എത്രത്തോളം നല്ലതായിരിക്കും, സാമ്പത്തികമായിട്ടും കരിയർ വൈസും മറ്റ് ഇമോഷണലിയും അങ്ങനെ എല്ലാ തരത്തിലും ഇത് എത്രത്തോളം നല്ലതായിരിക്കും എന്ന് നിങ്ങൾ നറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ജേണൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മാറ്റത്തിനെ കുറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ആരും എങ്ങനെ വേണേൽ പറഞ്ഞോട്ടെ, നിങ്ങളെപ്പോഴും നിങ്ങളോട് പറയേണ്ടത് ഇത് നല്ലൊരു മാറ്റമാണ്, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിജയവും പുരോഗതിയും സാമ്പത്തികമായിട്ട് ഉന്നതിയും നൽകുന്ന ഒരു മാറ്റമാണ് എൻ്റെ കരിയറിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളോട് പറയുമ്പോൾ എപ്പോഴും അങ്ങനെ പറയാൻ പാടുള്ളൂ. ഓക്കെ, ആ ഒരു ആത്മവിശ്വാസം വേണം. അതായത് ഇത് എനിക്ക് പ്രോഗ്രസ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ഈ ഒരു മാറ്റത്തിനെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം എന്നാണ് പറയണേ. മാത്രമല്ല ഈ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ പറയുന്ന ഉന്നതിയൊക്കെ ലഭിക്കുമ്പോൾ നിങ്ങൾ എന്ത് വേണം, അതിനെ അക്നോളജ് ചെയ്യണം. യൂണിവേഴ്സിനോട് നന്ദി പറയുക, നിങ്ങളത് ആഘോഷിക്കുക. കാരണം ഈ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിച്ചതാണ് അല്ലേ. ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല, നടക്കുമോ ഇല്ലയോ എന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് പ്രൊമോഷൻ കിട്ടുകയാണ്, അല്ലെങ്കിൽ ചിലർക്ക് ജോലി തന്നെ കിട്ടുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൽ ആ ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയാണ്. ഇനി ട്രാൻസ്ഫർ ആണെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന സ്ഥലത്ത് വിത്ത് പ്രൊമോഷൻ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നുണ്ടാവില്ല, ആ പ്രൊമോഷനും കൂടെ കിട്ടുകയാണ്. ഓക്കെ, അങ്ങനെ
എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു ഉന്നതി നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് വേണം, നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയണം, നിങ്ങളത് ആഘോഷിക്കണം, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം അത് ആഘോഷിക്കണം. ഓക്കെ, ഇതിലൂടെ നിങ്ങളുടെ ലൈഫ്, അതായത് നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും ഒരുപാട് ഇമോഷണലി ഫുൾഫിൽഡ് ആകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് മാറുന്നത്. ഓക്കെ, കരിയർ വൈസ് നോക്കുമ്പോൾ നിങ്ങളും വളരെ ഹാപ്പി ആയിരിക്കും, നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും. ഫാമിലിയിൽ കൂടുതൽ ഒരു സന്തോഷം കൊണ്ടുവരുന്ന, കൂടുതൽ ഒരു സ്വസ്ഥമായ അന്തരീക്ഷം കൊണ്ടുവരുന്ന തരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത്. മെയിനായിട്ട് പറയുന്നത് ഫൈനാൻഷ്യൽ ഷിഫ്റ്റാണ്. ഓക്കെ, ഫൈനാൻഷ്യലി ഒരു പുരോഗതിയാണ് കാണുന്നത്. അത് കരിയർ വൈസ് ആയിരിക്കാം, ഈ പറഞ്ഞ പോലെ ബിസിനസ് വൈസ് ആയിരിക്കാം. നിങ്ങൾ ആ ഒരു ലെജിറ്റിമേറ്റ്ലി നിയമപരമായിട്ട് നിങ്ങൾ ഈ പണം സമ്പാദിക്കാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മാർഗ്ഗം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പുരോഗതി കാണുകയാണ്. അതിലവസാനം അതിൽ നിന്ന് നിങ്ങൾക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ എന്ത് വേണം, നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു ബെസ്റ്റ് കേസ് സിനാരിയോയിൽ വ്യൂ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ അത് ചൂസ് ചെയ്യണം, നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, ഇത് ഇനി എനിക്ക് നല്ലതാണ്, ഇതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വിജയം എനിക്കുണ്ടാകും, ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നതി എനിക്കുണ്ടാകും, എൻ്റെ ലൈഫ് ഇതിലൂടെ നല്ല രീതിയിലാണ് മാറാൻ പോകുന്നത്, ഒരു പോസിറ്റീവ് ഷിഫ്റ്റാണ് എൻ്റെ ലൈഫിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് എനിക്ക് നല്ല കാലമാണ്. അങ്ങനെ നിങ്ങൾ എന്താ പറയുക, സ്വയം വിശ്വസിച്ച് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ മാറ്റവും സംഭവിക്കുക. ഓക്കെ, അപ്പോഴാണ് ഈ ഒരു കാര്യം സംഭവിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. അവർ ചിലപ്പോൾ ഇങ്ങനെ കുറേ നെഗറ്റീവായിട്ട് പറയുമ്പോൾ അതിൽ ട്രാപ്പായി പോകരുത് എന്നെടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. മൈ ഡിയർ ഗ്രൂപ്പ് 3, നിങ്ങൾക്ക് ഈ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള റീഡിംഗ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക്